ഇതെങ്ങനെ നമ്മുടെ വണ്ടിക്കുള്ളിൽ വന്നേ? പിടിവലി വെള്ളത്തിനിടയിലേ ചിലപ്പോ കീ തെറിച്ച് വീണതായിരിക്കും. ഏതായാലും നമ്മുടെ കീ കിട്ടിയല്ലോ. ഇനി ആ കീ പുറത്തേക്ക് കളഞ്ഞേക്ക്. ഓക്കെ. മൃദു, മൃദു, എടി മൃദു, ഒന്ന് കണ്ണു തുറക്കടി. മൃദു. ഏയ്, നിങ്ങൾ എന്തായി കാണിക്കുന്നേ? ആ കുട്ടി മയക്കത്തിലാ. നിങ്ങൾ ശല്യം ചെയ്യണ്ട. ദേ, നിങ്ങളവിടെ മിണ്ടാണ്ട് നിന്നോ. നിങ്ങക്ക് ഈ കിടക്കുന്നത് ആരാന്നറിയോ? ഞങ്ങളുടെ ചങ്ക വെട്ടിയിട്ട വാഴ പോലെ ഈ കിടക്കുന്ന. ഇവൾക്ക് എന്താ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ? ഇവളെ ഉണർത്തിയാലല്ലേ ഞങ്ങൾക്കത് അറിയാൻ പറ്റൂ. അതിനിടയിൽ വന്ന് ഇവളെ ശല്യം ചെയ്യരുതെന്ന് നിങ്ങൾ പറഞ്ഞ ഞങ്ങൾ എങ്ങനെ കാര്യങ്ങൾ അറിയാനാ? ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഈ കുട്ടി ഇതുവരെ സംസാരിച്ചിട്ടില്ല. സംസാരിക്കുമെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്ക്. മൃദു, എടി മൃദു. ഇവിടെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കാനാവുന്നില്ല അലീന. മൃദു, മൃദു. മൃദു, ഇതെന്തൊരു കിടപ്പാടി. ഇങ്ങനൊരവസ്ഥ നമ്മളിൽ ഒരാൾക്ക് വന്നത് വലിയ നാണക്കേടായി. 3 റോസസിലൊരു റോസായി വാടി വീണ് കിടക്കുന്ന. ഇതിനേക്കാൾ വലിയ നാണക്കേട് വേറെന്താ ഉള്ളേ? നീ എന്തിനാ ഇങ്ങനെ പേടിച്ചു നോക്കുന്നത്? നിന്നെ തല്ലിക്കെടുത്തിയത് ആരാന്ന് പറ. 5 സുന്ദരികളാണോ? ഇവളെ ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത വിധത്തില് അടിച്ചിട്ടിരിക്കുകയാണല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? ആര് ചെയ്തു? ഇവള് പറയാതെ നമ്മൾ എങ്ങനെ അറിയും? നമുക്ക് ശത്രുക്കളായി ഒരേ ഒരു സംഘം മാത്രമേ ഉള്ളൂ. അതാ 5 സുന്ദരികളാ. ഫോൺ എടുക്കുന്ന ഹോസ്റ്റലിൽ തനിച്ചെത്തിയ അവളെ ആക്രമിച്ച് ഈ അവസ്ഥയിലാക്കിയത് 5 സുന്ദരികളാണെന്ന് എനിക്ക് ഉറപ്പാ. അവരാണ് ഇതിന് പിന്നിലെങ്കിൽ അവളുമാരെ വെറുതെ വിടരുത്. നമ്മുടെ മൃദുവിനെ കിടത്തിയ 5 സുന്ദരികളെ ഞാൻ വെറുതെ വിടാനോ? ഒരിക്കലുമില്ല, ഒരിക്കലും. നിക്ക് എന്താണ്? അവൾ എന്തോ പ്ലാൻ ചെയ്യുവാൻ തോന്നുന്നു. തുടങ്ങിയുള്ള സംശയം. എന്റെ പൊന്നു ഷൈനി, നീ നോക്കുന്നിടത്തെല്ലാം സംശയം കാണല്ലേ? ഒടുവിൽ ജീവിതം ആകെ സംശയത്തിലാവും. അന്ന് ഇവൾക്ക് പിന്നാലെ പോയപ്പോ സംഭവിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പാവം, സുഖമില്ലാതെ കിടക്കുന്ന റിലേറ്റീവിനെ കാണാൻ ഹോസ്പിറ്റലിൽ പോയതിനാ ഇവള് വെറുതെ ഓരോന്ന് സംശയിച്ചും മനസ്സിൽ കഥ ഉണ്ടാക്കിയത്. എന്റെ ചില സംശയങ്ങളൊക്കെ ശരിയായി വന്നിട്ടില്ലേ? തൽക്കാലം എന്റെ സംശയങ്ങളൊക്കെ മാറ്റിവെക്ക്. വാ, നമുക്ക് പോവാം. വാ. ഒന്ന് നിന്നേ. നിങ്ങളൊരു സംഭവം അറിഞ്ഞായിരുന്നോ? എന്ത് സംഭവം? ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ. 3 റോസസിൽ ഒന്നിനെ ഗോസ്റ്റ് അടിച്ചിട്ടു. ഗോസ്റ്റ് അടിച്ചിട്ടോ? അതേന്നെ, രാവിലെ നമ്മൾ എല്ലാരും കോളേജിൽ പോയ സമയത്തായിരുന്നു അറ്റാക്ക് നടന്നത്. അല്ല, ആരാ ഗോസ്റ്റ് അടിച്ചിട്ടത്? അലീനയാണോ? അവൾക്കാണ് നല്ല അടി കിട്ടാത്ത കുറവുണ്ട്. അലീനെ ഗോസ്റ്റ് അല്ല, ആരടിച്ചിട്ടാലും വളരെ നല്ല കാര്യം. പക്ഷെ അലീനയല്ല, അവളുടെ കൂടെയുള്ള മൃദുലയാ ഗോസ്റ്റ് അടിച്ചിട്ട്. പട്ടാപ്പകല് ഗോസ്റ്റ് ഒരാളെ അടിച്ചിടിയേ? അത് ഗോസ്റ്റ് ആണെന്ന് എന്താ ഉറപ്പ്? പണ്ടൊക്കെ രാത്രിയിലായിരുന്നു ഗോസ്റ്റുകൾ പുറത്തിറങ്ങിയിരുന്നത്. ഇപ്പൊ ഗോസ്റ്റുകൾക്ക് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. ഏത് സമയത്തും ഗോസ്റ്റ് വരും. അടുത്തതായി ഗോസ്റ്റ് ആരെയാ അടിച്ചിടുമെന്ന് അറിയില്ല. അവൾ എന്തായി പറഞ്ഞത്? മൃദുലേ ഗോസ്റ്റ് വന്ന് അടിച്ചിട്ട് പോലും. ഇവിടെ ഒരു പാൽക്കാരൻ പയ്യൻ ഗോസ്റ്റ് ആണെന്ന് ഈ അലീനയും കുട്ടിനും പറഞ്ഞു നടന്നില്ലേ? ആ അപമാനം സഹിക്കാൻ വയ്യാതായപ്പോ ആ ഗോസ്റ്റ് തന്നെ വന്ന് അടിച്ചിട്ടതായിരിക്കൂലേ? ഒന്ന് പോടി. ഗോസ്റ്റ് ഒന്നും ഈ ലോകത്തില്ല.
ശാസ്ത്രീയമായി ഇതുവരെ തെളിയിക്കപ്പെടാത്തൊരു സംഗതിയാ ഈ ഗോസ്റ്റും ഭൂതവും പിശാചും ഒക്കെ. എന്നാലും മൃദുലെ ആരാ അടിച്ചിട്ടത്?